നമസ്കാരം. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ലീഗ് നേതാവിനെതിരെ നിയമ നടപടിയുമായി റിബേഷ് ബാലകൃഷ്ണൻ. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ളക്കെതിരെ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് ബാലകൃഷ്ണൻ വക്കീൽ നോട്ടീസ് അയച്ചു. പരസ്യമായി ഖേദം പ്രകടിപ്പിക്കണമെന്നതാണ് ആവശ്യം. തനിക്കെതിരെ വർഗീയ പ്രചാരണമുണ്ടാക്കി സമൂഹത്തിൽ ചേരിതിരിവിന് ശ്രമിച്ചുവെന്ന് റിബേഷ് ആരോപിക്കുന്നു. കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുള്ള പാറക്കൽ അബ്ദുള്ളയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തനിക്ക് വലിയ അപമാനമുണ്ടായി. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കാരണം തന്നെ ആളുകൾ തെറ്റിദ്ധരിച്ചെന്നും കല്യാണത്തിനും മരണാനന്തര ചടങ്ങുകൾക്കും പോകുമ്പോൾ ആളുകൾ സംശയത്തോടെ വീക്ഷിക്കുന്നുവെന്നും റിബേഷ് വക്കീൽ നോട്ടീസിൽ വിവരിച്ചിട്ടുണ്ട്. 3 ദിവസത്തിനകം പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നു. അഡ്വക്കേറ്റ് രാംദാസ് മുഖേനയാണ് റിബേഷ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാറക്കൽ അബ്ദുള്ള റിബേഷിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരുന്നു. അമ്പാടിമുക്ക് സഖാക്കളിൽ നിന്ന് തുടങ്ങി റെഡ് ബറ്റാലിയനിലെ അമൽ റാം വഴി റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പിലെ റിബേഷ് വരെ എത്തി നിൽക്കുന്ന ഈ ചരടിന്റെ അറ്റം വെളിയിൽ വരും വരെ നോ കോംപ്രമൈസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. നേരത്തെ സ്ക്രീൻഷോട്ട് കേസിൽ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നതുവരെ പോരാട്ടം തുടരുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. നിർണായക റിപ്പോർട്ടാണ് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. സന്ദേശത്തിന്റെ ഉറവിടം ഇടതനുകൂല വാട്സാപ്പ് ഗ്രൂപ്പുകളാണെന്ന് ഇതോടെ വ്യക്തമായി. കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം പോലീസ് പറയുന്നത് ഫേസ്ബുക്കിൽ ഇത് പ്രചരിപ്പിച്ച അമ്പാടിമുക്ക് സഖാക്കൾ എന്ന പേജിന്റെ അഡ്മിന് പ്രസ്തുത പോസ്റ്റ് ലഭിക്കുന്നത് റെഡ് ബറ്റാലിയൻ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ്. ആ ഗ്രൂപ്പിലേക്ക് ഇതെത്തിയത് റെഡ് എൻകൗണ്ടർ എന്ന മറ്റൊരു CPM അനുകൂല ഗ്രൂപ്പിൽ നിന്നാണ്. എന്നാൽ ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ ഇതിന്റെ ഉറവിടം വെളിപ്പെടുത്തിയിട്ടില്ല. മുസ്ലിം ലീഗ് നടത്തിയ നിയമ പോരാട്ടത്തിന് മുൻപിൽ മുട്ടുമടക്കേണ്ടി വന്നതിനാലാണ് പോലീസിന് സത്യം പറയേണ്ടി വന്നത്. വിവാദ സന്ദേശത്തിന്റെ ചരടിന്റെ അറ്റം വെളിയിൽ വരും വരെ ഈ പോരാട്ടം തുടരും. നിലവിൽ വ്യാജ സന്ദേശം നിർമ്മിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്ത CPM പ്രവർത്തകരെ സാക്ഷികളാക്കി മാറ്റി കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചിരുന്നു. വിവാദത്തിൽ റിബേഷിനെ ന്യായീകരിച്ചാണ് ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും രംഗത്ത് വന്നത്. CPM നൽകിയ പരാതിയിലെ സാക്ഷി മാത്രമാണ് റിബേഷ് എന്ന് ജില്ലാ സെക്രട്ടറി PC ഷൈജു പറഞ്ഞു. ഇങ്ങനെയൊരു പ്രചാരണം ചൂണ്ടിക്കാട്ടിയാണ് റിബേഷ് സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതെന്നും നിയമപരമായി റിബേഷിന് എല്ലാ പിന്തുണയും നൽകുമെന്നും PC ഷൈജു പറഞ്ഞു. കാഫിർ സ്ക്രീൻഷോട്ട് എങ്ങനെയുണ്ടായെന്ന് അന്വേഷണം നടത്തണമെന്നും റിബേഷ് അങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വടകരയിൽ വർഗീയ പ്രചാരണം നടത്തിയത് UDF ആണ്. റിബേഷിനെ പോലീസ് സാക്ഷിയാക്കിയതാണ്. പോലീസ് റിബേഷിന്റെ ഫോൺ പിടിച്ചെടുത്തതല്ല, പരിശോധനയ്ക്ക് റിബേഷ് കൈമാറിയതാണെന്നും ഷൈജു പറഞ്ഞു. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് പോലീസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഫോൺ കൈമാറിയതെന്നും ഷൈജു പറഞ്ഞു. അതേസമയം വിവാദത്തിൽ കൂടുതലൊന്നും പറയാനില്ലെന്നും എല്ലാം ഡിവൈഎഫ്ഐ പറഞ്ഞിട്ടുണ്ടെന്നും ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമചന്ദ്രൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ റിബേഷ് രാമകൃഷ്ണനാണ് കാഫിർ പരാമർശം അടങ്ങിയ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തതെന്ന് പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. അതിനിടയിൽ വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചിരുന്നു. കാഫിർ പ്രശ്നത്തിൽ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം ആദ്യം അറിഞ്ഞ ശേഷം വിശദീകരണം ചോദിക്കേണ്ടവരോടൊക്കെ ചോദിക്കും. വിഷയം വിശദമായി വിശകലനം ചെയ്യുമ്പോൾ UDFന്റെ തെറ്റായ പ്രചാരണത്തിന്റെ ഭാഗമായി ഉയർന്ന ഒരു പ്രത്യേക സംസ്കാരമാണ് അതിലേക്ക് നയിച്ചതെന്നാണ് വ്യക്തമാകുന്നതെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു. പോരാളി ഷാജിയാണോ ഇടതുപക്ഷം? CPMന്റെ നിലപാട് പറയേണ്ടത് സൈബർ ഇടത്തിലെ പോരാളി ഷാജിമാരല്ല. ആരെയെങ്കിലും പുകമറയിൽ നിർത്തുകയോ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുകയോ അല്ല വേണ്ടത്. കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരണം. വിഷയത്തിൽ ആദ്യം പരാതി നൽകിയത് ഇടതുമുന്നണിയാണ്. പോരാളി ഷാജിയാണോ ഇടതുപക്ഷം എന്ന ചോദ്യമുയർത്തിയ MV ഗോവിന്ദൻ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത മുൻ MLA CPM നേതാവുമായ KK ലതികയെ ന്യായീകരിച്ചു. സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് പ്രചരിപ്പിക്കാനല്ല, അത് നാടിനാപത്താണെന്ന് അറിയിക്കാനാണ്. അതിനെ തെറ്റിദ്ധരിക്കുന്നത് ശരിയല്ലെന്നാണ് MV ഗോവിന്ദന്റെ വിശദീകരണം.